ആൽത്തറ വിനീഷ് കൊലക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് കോടതി. ശോഭ ജോൺ ഉൾപ്പെടെ 8 പ്രതികളെയാണ് വെറുതെ വിട്ടത്. 2009 ജൂൺ 1 പോലീസ് ആസ്ഥാനത്തിന് മുന്നിലാണ് കൊലപാതകം നടന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൊലപാതക കേസാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് ആദ്യമായി ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിത ഈ കേസിലൂടെ ശോഭ ജോൺ ആയിരുന്നു. ഇപ്പോൾ ശോഭ ജോൺ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, 2009 ഓഗസ്റ്റിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ ഗുണ്ടാ നേതാവായിട്ടുള്ള ആൽത്തറ വിനീഷ് സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നിൽ കോടതി ഉത്തരവിട്ട ജാമ്യവ്യവസ്ഥ പാലിക്കാനായി ഹാജരായി രജിസ്റ്ററിൽ ഒപ്പിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ശോഭ ജോണിന്റെ ഗുണ്ടാ സംഘം വിനീഷിനെ വെട്ടി വീഴ്ത്തിയത്. ഇതിന് പോലീസ് ആസ്ഥാനത്തിന് സമീപത്ത് വെച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വിനീഷിനെ സ്കെച്ച് ചെയ്ത് ശോഭ ജോണിന് ഒറ്റിക്കൊടുത്തതെന്നുള്ള വിവരമൊക്കെ അന്ന് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിലെ വിചാരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും ഈ കേസിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ തിരുവനന്തപുരം കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പറയുന്നത് സുപ്രധാനമായിട്ടുള്ള ഇതിൽ ഈ പ്രോസിക്യൂഷന് കൃത്യമായി ഇത് ഈ പ്രതികൾ കുറ്റം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ വിടുന്ന ഘട്ടത്തിൽ കോടതി നിരീക്ഷിച്ചത്. ദിലീപ് കുമാർ, 2009 ജൂൺ 1 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടന്ന കൊലപാതകത്തിൽ ആൽത്തറ വിനീഷ് കൊലക്കേസിലാണ് ഇപ്പോൾ ശോഭ ജോൺ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.